നമസ്കാരം. വായിരിക്കേ, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? അതെ, എനിക്കറിയാം ഈ വീഡിയോ വളരെ ലെങ്തിയാണ്. പക്ഷേ നിങ്ങളൊന്ന് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. വളരെ റെലവൻ്റ് ആയൊരു ടോപ്പിക്കാണെന്ന് പേഴ്സണലി എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇത് പൊക്കിപ്പിടിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരാൻ കാരണം. നമ്മുടെ KB ഗണേഷ് കുമാർ സാറുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ? ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് നല്ലൊരു കാര്യമാണ് പുള്ളി പറഞ്ഞത്. 100% പുള്ളി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പുള്ളി പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ ഞാനൊന്ന് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് എത്താം. അതിനു മുമ്പ് ഗണേഷ് കുമാർ സാർ പറഞ്ഞ ആ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ ഇതിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഉൾപ്പെടുത്തിക്കോട്ടെ. വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പലർക്കും ഡ്രൈവിംഗ് അറിയാം, പാർക്കിംഗ് അറിയത്തില്ല. അതേപോലെ തന്നെ ഒട്ടുമിക്ക ആളുകളുടെ കയ്യിലും ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ട്. നല്ല മിടുക്കന്മാരായിട്ട്, നല്ല ഗംഭീരമായിട്ട്, എന്തോ കാണാപ്പാടം പഠിച്ചു വെച്ച പോലെ എച്ചൊക്കെ എടുക്കും. എച്ചൊക്കെ നല്ല ഗംഭീരമായിട്ട് എടുക്കും. പക്ഷേ എച്ചൊക്കെ എടുത്ത് ലൈസൻസ് കിട്ടിയതിന് ശേഷം പിന്നെ മേപ്പെട്ട് നോക്കിയിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. പലർക്കും ഇപ്പോഴും വണ്ടി ഓടിക്കാനൊന്നും വലിയ ധാരണയില്ല. ഇപ്പോഴും ഒരുപാട് ആൾക്കാർക്ക്, അത് പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ, ലൈസൻസ് എടുത്തതിന് ശേഷം വണ്ടി പുറത്തേക്ക് എടുക്കാനുള്ളൊരു ധൈര്യമില്ല, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. അങ്ങനെ ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം വണ്ടി ഓടിക്കാനുള്ളൊരു ടച്ചേ വിട്ടുപോയിട്ട് ഇരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ആ സാഹചര്യം കൂടിയും മാറാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്, വളരെ നല്ലത് അല്ലേ? ഞാൻ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ ആക്ച്വലി ഇല്ലേ ലൈസൻസ് എടുത്തിട്ട് ഓടിക്കാൻ അറിയാൻ പാടില്ലാണ്ടിരിക്കുന്നത്. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ്. നിങ്ങൾ പരാതിയൊന്നും പറയരുത്. ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസിൻ്റെ നമ്പർ കുറയ്ക്കും. നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട്, ഇന്ന അപകടം സംഭവിച്ചു, 2 പേര് മരിച്ചു, RTO വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയും. ഒരു കാര്യമില്ല. കാരണം അവൻ വേണമെങ്കിൽ വേറെ സർട്ടിഫിക്കറ്റ്, ലൈസൻസ് എടുക്കുന്ന കള്ളത്തരം കാണിക്കുന്ന വേറെ എവിടെയെങ്കിലും പോയി എടുക്കും. അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായ പരിശോധന ആയിരിക്കും. ദിവസം 500 ലൈസൻസ് കൊടുത്ത് ഗിന്നസ് ബുക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല. ഗിന്നസ് ബുക്കിൽ കയറില്ല. ലൈസൻസ് പറഞ്ഞാൽ ലൈസൻസ് ആയിരിക്കണം. വണ്ടി തിരിച്ചിട്ട് ഓടിച്ചിട്ടൊന്നും കാര്യമില്ല. വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം, റിവേഴ്സ് കയറ്റി പാർക്ക് ചെയ്ത് കാണിക്കണം, കാർ പാർക്കിലേക്ക് ഇട്ട് കാണിക്കണം. ഞാൻ ഗൾഫിൽ എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായും ക്യാമറ ഏർപ്പെടുത്തും. TC ഉടൻ തന്നെ അതിന്റെ ഉത്തരവിറക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാധാരണ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടിയിലാണ് നടത്തുന്നത്. നിർബന്ധമായിട്ടും അതിലൊരു ക്യാമറ ഉണ്ടാകുന്ന സ്ത്രീ മോശമായി പെരുമാറുന്നു എന്നൊരു പരാതിയുണ്ട്. ഒരുവിധ സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ ഹരാസ്മെന്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുണ്ട്. അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കും. വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നേ പറയാനുള്ളൂ. അങ്ങനെ കൊടുക്കുന്നില്ല. കേരളത്തിലെ ലൈസൻസ് നല്ല അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കണം. വളരെ കുറച്ചേ കൊടുക്കുള്ളൂ, വളരെ കുറച്ച്. മാക്സിമം തെറ്റ് കണ്ട അപ്പോഴേ ഫെയിലാക്കും. അങ്ങനെ വേണം. ഒരു ജനകീയ പ്രശ്നമല്ല, അത് മനുഷ്യ ജീവന്റെ പ്രശ്നം. അതെ അതെ. പലർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല. നമ്മൾ ശ്രദ്ധിക്കുന്ന പലരും ലൈസൻസ് ഉണ്ട്, അവർ കാർ പിന്നെ ജീവിതത്തിൽ ഓടിച്ചിട്ടില്ല. റിവേഴ്സ് എടുത്ത് കയറ്റിയിടാൻ അറിയത്തില്ല. ഒരു മിക്കവാറും പാർക്കിംഗ് എല്ലാം നടക്കില്ല, ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒതുക്കിയിടാൻ അറിയില്ല. വിദേശ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ബോക്സ് വരച്ചിട്ടുണ്ട്, അതിനകത്താണ് ഇടുന്നത്. പക്ഷെ അങ്ങനെ ഒതുക്കിയിടാൻ അറിയില്ല. ഇവിടെ ബോക്സ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ബോക്സ് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒതുക്കിയിടാം, മറ്റുള്ളവർക്ക് അസൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പാർക്കിങ് എല്ലാ കാര്യങ്ങളും കയറ്റത്തി നിർത്തി എടുത്ത് കാണിക്കുന്നവർക്ക് ലൈസൻസ് എച്ച് മാത്രം കൊണ്ടൊന്നും കാര്യമില്ല. നമുക്കതിനെ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ റോഡിൽ സർക്കസ് വേണ്ട. പകരം TC അതിനെപ്പറ്റി ഒന്ന് പഠിച്ചിട്ട്, ഞാൻ എൻ്റെ മനസ്സിലൊരു ആശയം പറയണം, നിങ്ങളുടെ തന്നെ പങ്കുവയ്ക്കുകയാണ്. ഈ റൈഡ്, പിന്നെ ഈ സാഹസികമായ റൈഡ്, അഡ്വഞ്ചർ ടൂറിസം ഒക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ്. ഇന്ന് ലോകത്തെല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ടുള്ള ട്രാക്കുകൾ തയ്യാറാക്കട്ടെ. ആ ട്രാക്കുകളുടെ സുരക്ഷിതം ഉറപ്പുവരുത്തി ആ ട്രാക്ക് പരിശോധിച്ച് ആ ട്രാക്കിൽ ഓടിക്കുന്നവർക്കൊരു ട്രാക്കിനെ ബേസ് ചെയ്തൊരു ഇൻഷുറൻസ് ഉണ്ടാക്കിയതിന് ശേഷം അത് അവരെടുക്കണം. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് അതിനകത്ത് സർക്കസ് കാണിക്കാൻ അവസരം കൊടുക്കും. അല്ല, റോഡിൽ സർക്കസ് കാണിക്കാൻ അവസരം കൊടുക്കുന്നില്ല. ഇപ്പോൾ സർക്കസ് കാണിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. കേരളത്തിലും അത്തരത്തിലുള്ള ക്ലബ്ബുകളോ കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ട് സ്ഥലം കണ്ടെത്തി അത് ഒരുക്കിയിട്ട് വരികയാണെങ്കിൽ അത് പരിശോധിച്ച് അവരുടെ ഇൻഷുറൻസ് ഉറപ്പുവരുത്തി അവർ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉറച്ച് ക്യാമറ എല്ലാം വെപ്പിച്ചതിന് ശേഷം അതിനൊരു സംവിധാനം ഉണ്ടാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അതിന് അനുവാദം കൊടുക്കും.
അനുവാദം കൊടുക്കുന്ന ആ യാർഡിൽ വെച്ച് മാത്രമേ മത്സരങ്ങളും കളികളും ട്രെയിനിങ്ങും ഒക്കെ നടത്താൻ പാടുള്ളൂ. റോഡിൽ പറ്റില്ല. 3 പേര് വണ്ടിയിൽ പോയാൽ ഹെൽമെറ്റില്ല, കർശനമായ നിലപാടായിരിക്കും. 3 പേര് ബൈക്കിൽ പോവുക, പിന്നെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ വെച്ചിട്ട് പോവുക. പ്രധാനമായ കുറ്റകൃത്യങ്ങളാണ്. അല്ലെ, ചെറിയ ചെറിയ കേസിന് ആളുകളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് ഞാൻ TC-യോട് പറഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ കേസുകൾ ആളുകളെ വഴിയിൽ നിർത്തി ഹരാസ് ചെയ്യാൻ പാടില്ല. ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ബൈക്ക് ഓടിക്കുക, ഇവിടെ വെച്ചിട്ട്, പിന്നെ ഹെൽമെറ്റിനകത്ത് തിരിയിട്ട് ബൈക്ക് ഓടിക്കുക. വളരെ ഡേഞ്ചർ. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ നല്ല പണിഷ്മെൻ്റ് ആയിരിക്കും. ഈ റോബിൻ ബസ്സിനോടുള്ള പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് വളരെ വലിയൊരു ഫാക്ട് തന്നെയാണ്. ഇത്തരത്തിലൊക്കെ നടപ്പിലാവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. പിന്നെ കൂട്ടത്തിൽ പറയാനുള്ളത്, ഇവിടുത്തെ റോഡുകളും കൂടി ഒന്ന് നന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആളുകൾക്കും കൂടിയും കുറച്ചും കൂടിയും കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ അതും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പറയണം. റോഡുകളും കൂടി ഒന്ന് നന്നാവട്ടെ ഭാവിയിൽ. ഇനി ഞാൻ പറയാൻ വന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു കലയാണ്. ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ കലാകാരന്മാരും അങ്ങനെയാണ് പേഴ്സണലി ഞാൻ കൺസിഡർ ചെയ്യുന്നത്. വളരെ ആസ്വദിച്ച് വണ്ടി ഓടിക്കാൻ കഴിയണം. നമ്മൾ ഈ ഡ്രൈവിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ഉള്ള ഡ്രൈവിംഗ് സ്കൂളുകളെ കുറിച്ചും കൂടിയും സംസാരിക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഇവിടെയുള്ള എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളെയും ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല. ഇവിടെ ഒരുപാട് നല്ല നല്ല ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്. വളരെ സിൻസിയറായി പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ നല്ല പെർഫെക്റ്റായിട്ട് വണ്ടി ഓടിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഇവിടെ ഉള്ള എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളും പെർഫെക്റ്റ് ആണോ? അല്ല എന്ന് പറയേണ്ടി വരും. എല്ലാവരും ഇവിടെ വളരെ സിൻസിയറായിട്ട് തന്നെയാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ആക്ച്വലി നോ. ഡ്രൈവിങ്, വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ A to Z പഠിപ്പിച്ചു കൊടുക്കണം. എന്തോരം കാര്യങ്ങളുണ്ട്. ചില മാറ്റങ്ങളൊക്കെ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളും ഒന്ന് വരുത്തുവാണെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു. അല്ലാതെ ഒരുമാതിരി ക്ലച്ചും ചവിട്ടി 1 2 3 4 ഗിയർ ഇട്ട് മുമ്പിലേക്ക് പോകാൻ വേണ്ടി മാത്രം പഠിപ്പിച്ചു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അതേപോലെ തന്നെ റോഡിൻ്റെയും ട്രാഫിക്കിൻ്റെയൊക്കെ സാഹചര്യം അനുസരിച്ചിട്ട് ക്ലച്ചൊക്കെ ചവിട്ടി ഈ ഇട്ട ഗിയറൊക്കെ ഡൗൺ ചെയ്യാനും മാത്രം പഠിപ്പിച്ചു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അതേപോലെ തന്നെ മുമ്പിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആള് ഇങ്ങനെ പറയും, ആ കാണുന്ന റൈറ്റിലേക്കുള്ള വഴിയിലേക്ക് നീ തിരിയണം കേട്ടോ. അപ്പോൾ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് പറയുമ്പോൾ പാവം പിടിച്ചവൻ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടിട്ട് തിരിക്കും. അതേപോലെ ലെഫ്റ്റിലേക്കാണ് അതുപോലെ തിരിയേണ്ടതെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് തിരിക്കുക എന്ന് പറയും, പാവം പിടിച്ചവൻ തിരിക്കും. ഇത് മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. പ്രാധാന്യമുള്ള പരിപാടികളൊക്കെ തന്നെയാണ്. ഈ വക എല്ലാ സാധനങ്ങൾക്കും പ്രാക്ടീസ് വേണം. ഈ ക്ലച്ച് ഔട്ടാനും അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടാനും ആക്സിലേഷനും സ്റ്റിയറിങ്ങും ഗിയറും എല്ലാത്തിനും പ്രാധാന്യമുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഈ മുമ്പിലേക്ക് പോക്കും റൈറ്റിലേക്ക് തിരിയലും ലെഫ്റ്റിലേക്ക് തിരിയലും മാത്രമല്ല പരിപാടി. ഇതിനൊക്കെ പ്രാക്ടീസ് കൊടുക്കുന്ന പോലെ തന്നെ, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെ ഈ കയറ്റത്തിൻ്റെ പരിപാടി, ഈ കയറ്റത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നല്ല പ്രാക്ടീസ് വേണ്ട പരിപാടി തന്നെയാണ്. ഈ കയറ്റത്തിലേക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ഈ ഹാഫ് ക്ലച്ച് കൊടുത്ത് ആ ഹാഫ് ക്ലച്ചിൻ്റെ കൂട്ടത്തിൽ വണ്ടി പിന്നിലേക്ക് പോവാതെ ആക്സിലറേഷൻ കൊടുക്കണം. അത് നല്ല പ്രാക്ടീസിലൂടെ മാത്രം ആർജിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു പരിപാടിയാണത്. അത് ചില ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും, ചില ആൾക്കാർക്ക് നല്ല പ്രാക്ടീസ് വേണം. അത് ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ പഠിപ്പിക്കുന്ന ആൾക്കാർ ഈ വരുന്ന ആളുടെ ഒരു ലെവൽ അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നല്ല ഇത് കൊടുക്കണം, നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഈ കയറ്റത്തിൽ നിന്നുള്ളൊരു സംഭവം. അത് കൊടുക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളെയും ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷേ ചില ഡ്രൈവിംഗ് സ്കൂളുകളിലൊന്നും ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, സംശയമാണ്. എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയ സമയത്ത് ഈ പരിപാടികളൊന്നും കാര്യമായിട്ടൊരു പ്രാക്ടീസോ ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനതിപ്പോൾ പെട്ടെന്ന് ഓർത്തിട്ട് അത് പറയുകയാണ്, കയറ്റത്തു നിന്നുള്ള പ്രാക്ടീസ് കൊടുക്കണം. അതേപോലെ തന്നെ ഇറക്കത്തു നിന്നുള്ള ഒരു പ്രാക്ടീസ് കൊടുക്കണം. ഈ ക്ലച്ച് കൺട്രോൾ, ഹാഫ് ക്ലച്ചിൻ്റെ ഒരു കൺട്രോൾ, ഈ ഹാഫ് ക്ലച്ച് പ്ലസ് ആക്സിലറേഷൻ്റെ കൺട്രോൾ, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് വിടേണ്ട ഒരു സംഭവമാണ്. അതേപോലെ തന്നെ റിവേഴ്സിങ്ങിൻ്റെ പരിപാടിയാണെന്നുണ്ടെങ്കിലും അതും സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സംഭവമാണ് റിവേഴ്സിങ്. ഈ റിവേഴ്സിങ്ങിൻ്റെ കാര്യത്തിൽ റൈറ്റിലേക്ക് ഓടിക്കുക,
ഈ എന്താണ് ക്ലച്ച് ചവിട്ടിയിട്ട് റിവേഴ്സ് ഗിയറിലേക്ക് ഇട്ടിട്ട് പിന്നിലേക്കൊക്കെ നോക്കിയിട്ട് തിരിപ്പിക്കുന്ന ഒരു പരിപാടി, പഠിപ്പിക്കണ പരിപാടിയല്ല ഞാൻ പറയണത്. അല്ലാതെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു പരിപാടി പറയണത്. ഹാഫ് ക്ലച്ചൊക്കെ കൊടുത്ത് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് തിരിക്കേണ്ടതാണെങ്കിൽ റൈറ്റിലേക്ക് തിരിക്കാൻ പഠിപ്പിക്കുക, ലെഫ്റ്റിലേക്ക് തിരിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുക, ഈ റിവേഴ്സ് പാർക്കിംഗ് പഠിപ്പിക്കുക, സൈഡ് പാർക്കിംഗ് പഠിപ്പിക്കുക. ഇതൊക്കെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ എത്ര ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്? എത്ര ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്? ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ പഠിച്ചിറങ്ങിയ പുതുക്കത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ വണ്ടി എന്താണ് ഹാഫ് ക്ലച്ചും അല്ലെങ്കിൽ ഹാഫ് ക്ലച്ച് പ്ലസ് ആക്സിലറേഷൻ പരിപാടികൾ, ഇതൊക്കെ ഈ ഫ്രണ്ടിലേക്കുള്ള പരിപാടികൾ, ഈ ഫ്രണ്ടിലേക്ക് പോകുന്ന പരിപാടികളിലെല്ലാം എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനൊക്കെ പറ്റുന്നവരുണ്ട്. പക്ഷേ ഈ പഠിച്ചിറങ്ങിയ കൂട്ടത്തിലുള്ള പലർക്കും ഈ റിവേഴ്സിൻ്റെ പരിപാടി വരുന്ന സമയത്ത് ഈ ഹാഫ് ക്ലച്ചിൽ വെച്ചിട്ട് റിവേഴ്സ് അടിക്കുന്ന സാഹചര്യമൊക്കെ വരുമല്ലോ. ചില സാഹചര്യത്തിൽ റിവേഴ്സ് അടിക്കണം, ഈ ഹാഫ് ക്ലച്ചിൽ മാത്രം റിവേഴ്സ് പോവാതെ എന്താണ് ഈ റിവേഴ്സിൽ ഹാഫ് ക്ലച്ച് പ്ലസ് ആക്സിലറേഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ മുക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഒരു പ്രാക്ടീസ് കിട്ടാത്തതുകൊണ്ടാണ്. ഇതേ സംഭവം ഫ്രണ്ടിലേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, പക്ഷെ ബാക്കിലേക്ക് ഇതേ പ്രോസസ്സ് നടത്താൻ പലർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം അതെന്താ, നമ്മൾ ഫ്രണ്ടിലേക്ക് ഈ ഹാഫ് ക്ലച്ച് കൊടുത്തിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കൊടുക്കുന്ന അത്ര എളുപ്പത്തിൽ പ്രാക്ടീസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, കാര്യമായിട്ടൊരു പ്രാക്ടീസ് മറ്റേന് കിട്ടിയ പോലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഇതിങ്ങനെ ഇരുന്നിട്ട് റിവേഴ്സ് ഗിയറൊക്കെ ഇട്ട് ഹാഫ് ക്ലച്ച് കൊടുത്ത് ഇങ്ങനെയൊക്കെ തിരിഞ്ഞ് ഇവിടെ അപ്പോൾ ആ കോൺസെൻട്രേഷൻ പോവും, താഴത്തു നിന്നുള്ള ആ കോൺസെൻട്രേഷൻ പോവും. മനസ്സിലായ? ഇങ്ങനെ പോണ സമയത്ത് അവിടെ വണ്ടി ഓഫ് ആവും, പിന്നെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെയും പിടിക്കണം. ഇത് പ്രാക്ടീസ് കിട്ടേണ്ട പരിപാടിയാണ്. ഈ റിവേഴ്സ് ഈ ഹാഫ് ക്ലച്ച് റിവേഴ്സ് അല്ലെങ്കിൽ ഹാഫ് ക്ലച്ചിലെ ആക്സിലറേഷനെ കൂടിയും ഡിപ്പെൻഡ് ചെയ്തിട്ട് റിവേഴ്സ് അടിക്കുന്ന പരിപാടികളിലൊക്കെ ഇപ്പോഴും പല ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷനും, ഇപ്പോഴും പല ആൾക്കാർക്ക് ആ ഒരു പ്രാക്ടീസ് കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ പിള്ളേരുടെ കൂട്ടത്തിൽ. അപ്പോൾ പ്രാക്ടീസ് എന്ന് പറയുന്നൊരു സംഭവം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഞാനതാ പറഞ്ഞ A to Z സാധനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. മുമ്പിലേക്ക് പോക്ക് മാത്രമല്ല ഡ്രൈവിങ്, ഗിയർ മാറ്റൽ മാത്രമല്ല ഡ്രൈവിങ്, റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് തിരിക്കാൻ വേണ്ടി പഠിപ്പിക്കലോ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പഠിപ്പിക്കലോ മാത്രമല്ല ഡ്രൈവിങ്. ഒരുപാട് ചെറിയ സംഭവങ്ങൾ തൊട്ട് വലിയ സംഭവങ്ങൾ വരെ ആക്ച്വലി ഉണ്ട്. സംഗതി കലയാ, എളുപ്പമാണ്. മനസ്സിലായില്ലേ? പഠിക്കാൻ ഇപ്പോൾ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ അകത്ത് പരിപാടികളൊക്കെ ഡ്രൈവിംഗ് സ്കൂളും പഠിപ്പിച്ചു തരുന്ന ആളും വളരെ സിൻസിയറാ, വളരെ പൊളൈറ്റായിട്ടൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ? പേടിക്കാനൊന്നുമില്ല. പക്ഷേ സിൻസിയറിറ്റി പോണവൻ മാത്രം കാണിച്ചിട്ട് കാര്യമില്ല, പഠിപ്പിച്ച് തരണവരും കൂടിയിട്ട് ആക്ച്വലി കാണിക്കണം. ഇപ്പം എന്താ, എല്ലാവർക്കും ഈ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചിറങ്ങിയ ഒട്ടുമിക്ക പിള്ളേർക്കും ഈ പറഞ്ഞ സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ട്, അവർക്ക് ഗിയർ മാറ്റാൻ അറിയാം. ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ സ്ലോപ്സിൽ ഈ കയറ്റത്തിൽ പോലും കുറേ പിള്ളേർക്കൊക്കെ ഈ ഹാഫ് ക്ലച്ച് പിടിച്ച് ആക്സിലറേഷൻ കൊടുത്തിട്ട് എടുക്കാനൊക്കെ ആക്ച്വലി അറിയാം. പക്ഷേ മറ്റ് ഞാൻ പറഞ്ഞ പരിപാടികളിലൊന്നും പലർക്കും പ്രാക്ടീസിൻ്റെ കുറവുള്ളത് കൊണ്ട് നടക്കണില്ല. പക്ഷേ പല പിള്ളേർക്കും കയറ്റത്തിലാണെന്നുണ്ടെങ്കിലും നടക്കണില്ല, പേടിയാണ്. അത് പ്രാക്ടീസ് കിട്ടാത്തതുകൊണ്ടാണ്. അത് പ്രാക്ടീസ് കിട്ടണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം പഠിപ്പിക്കണം. സൈഡ് പാർക്കിംഗ് പഠിപ്പിക്കണം. ഡ്രൈവിംഗ് സ്കൂളിലാണെങ്കിലും സൈഡ് പാർക്കിംഗ് പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സൈഡ് പാർക്കിംഗ് ആയിക്കോട്ടെ, റിവേഴ്സ് പാർക്കിംഗ് ആയിക്കോട്ടെ, എവറിത്തിങ്. UAE എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന പോലെ കിട്ടുമോ ലൈസൻസ്? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊടുത്ത് പഠിപ്പിക്കണതൊക്കെ ഭയങ്കര കോമഡിയാണ്, നമുക്കറിയാം. കമ്പി കണ്ട് തിരിക്കുക, ഇതിങ്ങനെ എടുത്ത് അവിടെ അതിൽ ആ മിററിൽ കമ്പി കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ആ വിൻഡോയിൽ കമ്പി കാണുമ്പോൾ അപ്പം പിടിച്ച് തിരിച്ചിട്ട് ഇതിങ്ങനെ വരണ സമയത്ത് അവിടെ കമ്പി കാണാണ്ട് ആകുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇതെന്താ പുസ്തകത്തിലുള്ള പഠനമോ? ഇതിങ്ങനെ കാണപ്പാടമൊക്കെ പഠിച്ചു വെച്ചിട്ട് അവിടെ പോയിട്ട് എടുത്തിട്ട് കിട്ടാൻ എല്ലാവരും കൊണ്ടും പറ്റും. അപ്പോൾ ഇവിടെ കൊടുത്ത് മറ്റേ എന്താണ് ബൈക്കിൻ്റെ കാര്യത്തിൽ 8 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോഡ് ടെസ്റ്റ് നേരെ ഇങ്ങനെ പോയിട്ട് ബ്രേക്ക് ഇടലും ക്ലച്ച് പരിപാടി ഇതൊക്കെ ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവന് ലൈസൻസ് കിട്ടി. അല്ലാണ്ട് ഇവിടെ ഭയങ്കര എളുപ്പമാണ് കിട്ടാൻ. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് നന്നാവണം, അതൊക്കെ നമുക്ക് പറയാം. ഇവിടെ റോഡ് നന്നാവണം, ഇവിടുത്തെ കുഴിയും പരിപാടികളൊക്കെ അടയണം, അതൊക്കെ ഭാവിയിൽ ഉണ്ടായിക്കോട്ടെ. പക്ഷേ ലൈസൻസ് കിട്ടുന്ന കാര്യത്തിൽ ഈ ഓടിക്കുന്നവൻ എല്ലാ കാര്യത്തിലും സ്കിൽഡ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവർക്കും ലൈസൻസ് എടുത്ത് കൊടുക്കുന്ന ഒരു പരിപാടി നിർത്തിയിട്ട്
ശരിക്കും ഈ ഗണേഷ് കുമാർ സാർ പറഞ്ഞ പോലെ തന്നെ ഈ വക പരിപാടികളെല്ലാം എന്താ ടെസ്റ്റിന് പോണ സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം അവൻ എലിജിബിൾ ആവട്ടെ, അതാ നല്ലത്. പക്ഷേ അത് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പോണ സമയത്ത് എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളിലും നിർബന്ധമായിട്ടും A to Z സാധനങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് സിൻസിയർ ആയിട്ട് അവിടെ വരുന്ന ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കുകയും കൂടി വേണം. അല്ലാണ്ട് എന്താ പറയുക, സ്റ്റിയറിംഗും പിടിച്ച് 1 2 ഗിയറ് 3 4 അത് മാത്രം കാര്യമില്ല. ഇത്രേ പറയാനുള്ളൂ. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞു വെച്ച സംഭവം തന്നെയാണ്. അത് ഞാൻ വീണ്ടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അന്ന് ചെയ്ത് വെച്ചതാ. അത് ഞാനൊന്ന് ഇതിലേക്ക് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം, നിങ്ങൾ അതും കൂടി ഒന്ന് കാണും. ഇനി അങ്ങോട്ടുള്ള സംഭവങ്ങൾ ഞാൻ പറയുന്നതുണ്ടല്ലോ. ഗണേഷ് കുമാർ സാർ ഈ വീഡിയോ ഒന്നും കാണാൻ വേണ്ടി പോകുന്നില്ല, അതിനോട് കാരണം പുള്ളി ഒരുപാട് തിരക്കൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. നമ്മുടെ വീഡിയോ ഒന്നും അത്ര വലിയ റീച്ചിലേക്കൊന്നും എത്തത്തൊന്നുമില്ല. പക്ഷേ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. പുള്ളി അത് കാണുവാണെന്നുണ്ടെങ്കിൽ, ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ പുള്ളി കാണുവാണെന്നുണ്ടെങ്കിൽ, പുള്ളിയുടെ ശബ്ദത്തിലൂടെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിരിക്കും തോന്നണം. കാരണം ഇവിടെയുള്ള എല്ലാ ജനങ്ങളും അത് കേൾക്കേണ്ട കാര്യമാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാരുടെ അടുത്തെങ്കിലും എത്തും? വളരെ ചുരുക്കം ചില ആൾക്കാരിലേക്ക് എത്തും. അങ്ങനെ എത്തിയിട്ട് കാര്യമുണ്ടോ? അപ്പം ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊന്ന് ഷെയറൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ, അത്യാവശ്യം ആളുകളിലേക്കൊക്കെ ഒന്ന് എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗണേഷ് സാറിനെ പോലത്തെ ആൾക്കാരൊക്കെ ഒന്ന് വന്നിട്ട് ഞാൻ ഇനി അങ്ങോട്ട് പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊന്ന് പബ്ലിക്കലി അഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിരിക്കും തോന്നുന്നു. അപ്പോൾ ഞാനത് വെട്ടി ഇവിടെ ഒട്ടിക്കാം. ഓക്കെ, ബാക്കി കേൾക്കൂ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആക്സിഡൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. കാറായിക്കോട്ടെ, ബസ്സായിക്കോട്ടെ, ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഏത് വാഹനം ആയിക്കോട്ടെ, ഒരുപാട് ആക്സിഡൻസ് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ബൈക്കിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 ചക്രമാണ്, ഇടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആഘാതം എത്രത്തോളം ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി മനസ്സിലാവും. എത്രയൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള ഓടിക്കാൻ അറിയുന്ന ഒരാളാണെങ്കിലും, എത്രയൊക്കെ ഗിയറും കാര്യങ്ങളെല്ലാം, ഈ പറയുന്ന ഹെൽമെറ്റും കാര്യങ്ങളും മൊത്തത്തിലുള്ള പരിപാടികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും, സംഗതി എവിടെയും കൊണ്ട് ഒരു ഓവർ സ്പീഡിൻ്റെ പുറത്ത് എവിടെയും കൊണ്ട് ചാർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ശാരീരികമായിട്ടും എല്ലാം പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ തട്ടിപ്പോകാനും സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോട്ടിൽ വേറെ കുറേ മരണങ്ങളും കാര്യങ്ങളും ആക്സിഡൻസും അതേപോലെ ഇഞ്ചുറീസും കാര്യങ്ങളെല്ലാം പറ്റുന്നുണ്ട്. അത് നമ്മുടെ മിസ്റ്റേക്ക് ആയിക്കൊള്ളുന്നില്ല. ഓപ്പോസിറ്റ് വരുന്നവൻ അവരുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ പുറത്ത് ഇപ്പുറത്തുള്ളവൻ്റെ കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ഒരു ആക്സിഡൻറ്റ് ആക്ച്വലി സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ പല പിള്ളേരെയും ഞാൻ ആക്ച്വലി കണ്ടിട്ടുണ്ട്. കുറ്റമായിട്ട് പറയുന്നില്ല, പക്ഷേ കണ്ടിട്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് ടേണിങ്ങിലൊക്കെ കയറിയിട്ട് ഓവർ സ്പീഡിൽ പോയിട്ട് ഓവർടേക്ക് ചെയ്യുന്നു. ടേണിങ്ങിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. ചെറിയ റോഡൊക്കെ ആയിരിക്കും, ഇടുമിടുക്കമുള്ള റോഡും കാര്യങ്ങളെല്ലാം ആയിരിക്കും. അവിടെ ചെറുതായിട്ടൊരു ബ്രെയിൻ ഉപയോഗിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ടേണിങ്ങിൽ ഒന്നാമത്തെ പേര് നിയമപരമായിട്ട് എൻ്റെ ഒരു വിശ്വാസത്തിൽ ടേണിങ്ങിൽ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. ഓവർടേക്ക് ചെയ്യുന്നത് ശരി, ഓവർടേക്ക് ചെയ്താൽ പോട്ടെ എന്ന് വയ്ക്കാം, കുഴപ്പമില്ല. പക്ഷേ അപ്പോഴും ചില ആൾക്കാർ ഓവർടേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ സ്പീഡിൽ, അത് കാറായിക്കോട്ടെ, എടുത്തു പറയുന്നു, കാറായിക്കോട്ടെ, ബൈക്കായിക്കോട്ടെ, ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, ഏത് വാഹനമാണെന്നുണ്ടെങ്കിലും ഇവിടെ ഞാൻ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേണിങ് നല്ല ഹെവി ടേണിങ്ങുള്ള റൂട്ടിൽ കൂടെ പോലും പല ആൾക്കാരും ഇവിടെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടേണിങ് ഇങ്ങനെയുള്ളൊരു ടേണിങ് ആണെന്നുണ്ടെങ്കിലും അത് 2 വേ റോഡാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടും വണ്ടി വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം ഇവിടുന്ന് ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ പലരും ചിന്തിക്കാത്ത വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, അതേപോലെ അവിടുന്നും ഇങ്ങോട്ടും ഓവർടേക്ക് ചെയ്തിട്ട് വേറൊരു വണ്ടി വരുന്നുണ്ടാവാം എന്ന് പലരും ചിന്തിക്കാറില്ല. അപ്പം അങ്ങനെ തന്നെ ഒരുപാട് ആക്സിഡൻറ്റ്സ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നുണ്ട്. ടേണിങ്ങിലുള്ള ഓവർടേക്കിങ്ങിൻ്റെ പുറത്ത് ഇവിടുന്ന് ഓവർടേക്കും അവിടുന്ന് വരുന്നവനും ഓവർടേക്ക് ചെയ്ത് വരുന്നുണ്ടാവും, രണ്ടും കൂടി അടിക്കും. അപ്പുറത്ത് വരുന്നവൻ കാറിലാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വരുന്നവൻ ബൈക്കിലാണെന്നുണ്ടെങ്കിൽ ബൈക്കുകാരൻ തെറിച്ചും പോവും, അപ്പുറത്തുള്ള അതിൻ്റെ കാറിനും വല്ല പണി കിട്ടും. ഇനി പിടിയുടെ ആഘാതം കുറച്ച് കൂടുതലാണെങ്കിൽ ആ വണ്ടിയുടെ ചില്ലും പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് പോവുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഒരുപാട്. പിന്നെ വേറൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട്. അതായത് ഈ റോട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, നമ്മുടെയാണ് റോഡ്, അല്ലെങ്കിൽ നമ്മൾ മാത്രമേ ഓടിക്കുന്നുള്ളൂ എന്നുള്ളൊരു ധാരണയിൽ ഓടിക്കുന്ന ചില ടീമുകളുണ്ട്. ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓവർ സ്പീഡിങ്. അത് ഏത് വണ്ടിയെന്നില്ല, ഏത് വണ്ടിയാണ്, കാറാണെങ്കിലും ഓട്ടോ ആണെങ്കിലും ബൈക്കാണെന്നുണ്ടെങ്കിലും ഏത് ഇതാണെങ്കിലും ഭയങ്കര ഓവർ സ്പീഡിങ്, ഭയങ്കരമായിട്ട് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടെ വണ്ടി വരുന്നുണ്ട്, അവിടുന്ന് വണ്ടി വരുന്നുണ്ടാവും. ഇതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ വണ്ടി എൻ്റെ ഇഷ്ടം പോലെ ഓടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് വെച്ചടിക്കും. പക്ഷേ ഈ വെച്ചടിക്കണവന് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ മേ ബി ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ
ഈ പോണവൻ്റെ മിസ്റ്റേക്ക് കാരണം അപ്പുറത്ത് വരണവൻ്റെ കോൺസെൻട്രേഷൻ ഒന്ന് ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവരുടേതല്ലാത്ത കാരണത്താൽ ആക്സിഡൻസ് സംഭവിക്കുന്നുണ്ട്. ഇവിടെ പല ആൾക്കാരും മരണപ്പെടുന്നുണ്ട്. എത്രയോ പാവങ്ങളുടെ ജീവൻ ഇവിടെ അങ്ങനെ ഓടിച്ചിട്ട് ആക്ച്വലി പോകുന്നുണ്ട്. അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അത് 6 മാസം മുന്നേ ഞാൻ ആക്ച്വലി ഒരു ന്യൂസ് കണ്ടായിരുന്നു. ഇപ്പോഴും മനോരമയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ന്യൂസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും വാർത്ത. പിള്ളേരെല്ലാവരും കൂടി ബൈക്ക് തന്നെയാണത്, റോട്ടിൽ കൂടെ ബൈക്ക് റേസ് വെച്ചെന്തോ 1 കിലോമീറ്റർ എത്രയോ സ്പീഡിൽ സഞ്ചരിച്ചിട്ട് ലൈക്ക് റേസ് പോലത്തെ ഒരു സെറ്റപ്പ് നടത്തിയിട്ട് ആക്സിഡൻ്റ് ആയിട്ട് മരണപ്പെടുക, ഇഞ്ചുറി പറ്റുക, എന്തൊക്കെ ഒരു പയ്യനെങ്ങാണ്ടോ 3-4 പിള്ളേരുണ്ടായിരുന്നു, അത് ഒരു പയ്യനെങ്ങാണ്ടോ മരണപ്പെടുക എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ റേസ് വെക്കുന്നത് എവിടെയാണ്? റോട്ടിലാണെന്ന് ആലോചിക്കണം. ഈ പറഞ്ഞ വേറെയും വാഹനങ്ങളും വേറെയും ആൾക്കാർ സഞ്ചരിക്കുന്ന റോട്ടിൽ ഇത്തരത്തിൽ ഓവർ സ്പീഡിങ്ങും കാര്യങ്ങളും, അതും റോഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ റോഡുകൾ എന്ന് പറയുന്നത് കുണ്ടും കുഴികളും ഹമ്പും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു റോഡാണ്. ആ റോട്ടിൽ കൂടെ ഇതുപോലെ ഓവർ സ്പീഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോണവനും അപകടം പറ്റാനുള്ള സാധ്യതയുണ്ട്. അതിനി അറിയാതെ ഓവർ കോൺഫിഡൻസിന്റെ പുറത്താണോ ഇങ്ങനെയൊക്കെ പോകുന്നതെന്നുള്ള കാര്യം അറിയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഓവർ സ്പീഡിൽ പോകുന്ന സമയത്ത് അപ്പുറത്ത് കൂടെ വരുന്നവനോ അല്ലെങ്കിൽ കൂടെ സഞ്ചരിക്കുന്നവൻ ബാക്കിൽ ഇരിക്കുന്നുണ്ടാവാം ചിലപ്പോൾ, അല്ലെങ്കിൽ ബാക്കിൽ വേറെ വണ്ടി വരുന്നുണ്ടാവാം, ഇപ്പുറത്ത് കൂടെ വേറെ ഓവർടേക്ക് ചെയ്യുന്ന വണ്ടികളുണ്ടാവാം. ഈ പറയുന്നവന്റെ സ്പീഡ് കണ്ടിട്ട് പേടിച്ചിട്ട് ഇപ്പുറത്തുള്ളവന്റെ കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരപ്പുറത്ത് ഇപ്പുറത്തോ കൊണ്ടുപോയി കുത്തിയിട്ട് അവർക്ക് ചിലപ്പോൾ അപകടം സംഭവിച്ചിട്ട് അവർ മരണപ്പെടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ പോയവന് പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ള ആക്സിഡൻസ് ഇവിടെ ആക്ച്വലി ഒരുപാട് സംഭവിക്കുന്നുണ്ട്. ബൈക്കിന്റെ കാര്യം കോൺസെൻട്രേറ്റ് ചെയ്ത് പറയാൻ കാരണം ഞാൻ ബൈക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഞാനും ആക്ച്വലി ഇത്തരത്തിലുള്ള ഈ പ്രാന്തം പിടിച്ചിട്ട് ഓടി നടന്നിട്ട് ഒരാളായിരുന്നു. അന്ന് ട്വിസ്റ്ററായിരുന്നു എൻ്റെ കയ്യിൽ. ഞാൻ വീണ് പണ്ടാറടങ്ങി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളില്ലാത്ത റോഡ് കൂടെ, അത് ഓവർ സ്പീഡിങ് മാത്രമല്ല, ഞാൻ ടേണിങ്ങിൽ ഇതാക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ഓവർ സ്പീഡിങ് അത് ആളില്ലാത്ത സ്ഥലമായിട്ട് പോലും ഞാൻ ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി സ്കിഡായി പോയി. അവസാനം ഞാൻ വീഴുകയാണ് ആക്ച്വലി ഉണ്ടായത്. ഞാൻ അതോടുകൂടി ആ പരിപാടി നിർത്തി. സ്പീഡ് എന്ന് പറഞ്ഞ സാധനം, ഞാനത് തിരക്ക് ഉള്ള റോഡാണെങ്കിൽ ശരി, ഇല്ലാത്ത റോഡാണെങ്കിൽ ശരി, കയ്യിലിതാ CBR 250 ആയിട്ട് കയ്യിലുള്ളത്, എന്നിട്ട് പോലും കൊതി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ പേടിയാണ്. വീഴുമെന്നുള്ള പേടിയുണ്ട്, കൊണ്ടുപോയി കുത്തുമെന്നുള്ള പേടിയുണ്ട്, ഇനി കുത്തിയാൽ തന്നെ തെറിച്ചു പോകുമെന്നുള്ള പേടിയുണ്ട്. ഞാൻ നിർത്തി. ഇതവിടെയൊക്കെ പാടാണ്. ഈ കയ്യിലതൊക്കെ ഇവിടെ പാട്, എൻ്റെ കാലിൽ പാടുണ്ട്. അനുഭവം ഗുരു, തുറന്നു പറയാം. അടി കിട്ടുന്നവരെ, അതായത് വീഴ്ച ഉണ്ടാവുന്നത് വരെ ആർക്കും ആ ഒരു പേടിയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അടി കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ ഒരു സുഖം ഉണ്ടാവില്ല. ജീവൻ തിരിച്ചു കിട്ടിയാൽ ഭാഗ്യം എന്ന് പറയാം. ജീവൻ പോയാൽ പിന്നെ ഒരു രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി ഇല്ല. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഓരോന്ന് ഈ റോട്ടിൽ ഇറങ്ങിയിട്ട് ഇത്തരത്തിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് വീട്ടിലും ആൾക്കാരൊക്കെ കാത്തിരിക്കാനുണ്ട്. അത് ഞാൻ ഇമോഷണലായിട്ട് പറയുന്നതല്ല, ഇറ്റ്സ് എ ഫാക്ട്. അത് നമുക്ക് പാരൻസിനെ നമുക്ക് വീട്ടിലുള്ളവരെയൊക്കെ നമ്മൾ ബഹുമാനിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരുടെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. കാരണം അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ്. അല്ലെങ്കിൽ ചെയ്തു തരുന്നതിൻ്റെ പുറത്തല്ല, ദേ ആർ അവർ പാരൻസ്, ദേ ലവ് നമ്മളെ ഇഷ്ടപ്പെടുന്നതാണ്, ആത്മാർത്ഥം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ പല പിള്ളേരാണെന്നുണ്ടെങ്കിലും വീട്ടിൽ ബഹളം വെച്ചിട്ടും നിർബന്ധിച്ചിട്ടും ഒക്കെയാണ് ഈ പറഞ്ഞ ബൈക്കും കാര്യങ്ങളൊക്കെ മേടിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതൊക്കെ മേടിച്ച് തരുന്ന സമയത്ത് പിള്ളേർ മനസ്സിലാക്കേണ്ടത്, അത് അവരൊരു ട്രസ്റ്റിൻ്റെ പുറത്ത് മേടിച്ച് തരുന്നു, അവർ പേടിയുടെ പുറത്ത് തന്നെയാണ് ഈ പറഞ്ഞ ബൈക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് തരുന്നത്. അപ്പോൾ വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അതും കൂടി മനസ്സിലാക്കണം. വീട്ടിലുള്ള ആൾക്കാർ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടാണ്, ഇത്രയും നിർബന്ധിച്ചതിൻ്റെ പുറത്ത് മേടിച്ച് തന്നതാണ്. സോ അറ്റ്ലീസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മൾ കാരണം നമുക്ക് അപകടം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ മാന്യമായിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പോകുന്നത്. പക്ഷേ നമ്മുടെ ഭാഗ്യക്കുറവ് കൊണ്ട്, അപ്പുറത്ത് നിൽക്കണവൻ്റെ മിസ്റ്റേക്കിംഗ് കൊണ്ട് നമുക്ക് പണി കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് പരമാവധി അറ്റ്ലീസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും ടേണിങ്ങിൻ്റെ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്ലോ ഡൗൺ ചെയ്തിട്ട് ടേൺ ചെയ്യാനും, ഈ പറഞ്ഞ ഓവർടേക്ക് ചെയ്യാതിരിക്കുക ടേണിങ്ങിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും. അതേപോലെ ചില ആൾക്കാർ സിഗ്നൽ തെറ്റിച്ചിട്ടൊക്കെ പോയിട്ട് ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ യൂട്യൂബിനകത്ത് തന്നെ ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ സിഗ്നൽ തെറ്റിച്ച് പോയിട്ടും, അതേപോലെ റോങ് ആയിട്ടുള്ള രീതിയിൽ കൂടെ വണ്ടി കയറ്റാൻ പാടാത്തോടത്ത് കൂടി കയറ്റിയിട്ടും, അല്ലെങ്കിൽ വൺ വേ റോട്ടിൽ കൂടെ കയറി എടുക്കുന്ന ടീമുകളാണെന്നുണ്ടെങ്കിലും, എടുക്കുന്നതുകൊണ്ട് തെറ്റണമെന്നല്ല, പക്ഷെ അതിലൊരു മര്യാദയുണ്ട്. വൺ വേ കൂടെ എടുക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഒരു അറ്റമൊക്കെ പിടിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കണം. ഇതെന്ന് പറഞ്ഞാൽ നടുറോട്ട് കൂടെ എടുക്കുന്ന കുറേ ടീമുകളൊക്കെ ഉണ്ട്. ഞാൻ കണ്ടിട്ടുകൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ അവസ്ഥ ഞാൻ പറയാം. ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇത് തന്നെയാണ് ഞാൻ ആക്ച്വലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ
ശ്രദ്ധിക്കാണ്ട് വിടും ചിലതൊക്കെ. പക്ഷേ ചിലതൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വരാറുണ്ട്. ഇവിടെ നമ്മുടെ ബൈക്കിലാണെങ്കിലും കാറിലാണെന്നുണ്ടെങ്കിലും ഓട്ടോറിക്ഷയിലാണെന്നുണ്ടെങ്കിലും ഇവിടെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റൈറ്റിലോട്ട് തിരിയുമ്പോഴും ലെഫ്റ്റിലോട്ട് തിരിയുന്ന സമയത്തൊക്കെ നമ്മുടെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പക്ഷേ ഈ സംഭവം ഇങ്ങനെ ഒരു സാധനമേ ഇല്ല എന്നുള്ള തരത്തിലാണ് പല ആൾക്കാരുടെയും ഇവിടെ റോട്ടിലെ ബിഹേവിയർ എന്ന് പറയുന്നത്. അത് ഏത് വാഹനമാണെന്നുണ്ടെങ്കിലും പല ആൾക്കാരും റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ തിരിയണമെങ്കിൽ ഇവിടെ ഇൻഡിക്കേറ്റർ ഇടാറില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടത്. ഇൻഡിക്കേറ്റർ ഇടാറില്ല. ഒറ്റ തിരിക്കലങ്ങോട്ട് തിരിക്കും. ബാക്കിലുള്ളവൻ ഒരു മിനിമം സ്പീഡിലോ അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിലൊക്കെ ആയിരിക്കാം വരുന്നത്. ഇവൻ തിരിയോ ഉമ്മറത്തുള്ളവൻ തിരിയോ ഇല്ല എന്നുള്ള കാര്യമൊന്നും അറിയത്തുമില്ല. പെട്ടെന്ന് ഇൻഡിക്കേറ്റർ പോലും ഇല്ലാണ്ട് തിരിയുന്ന സമയത്ത് കയറി അടിച്ചു കഴിഞ്ഞാൽ ഈ ഉമ്മറത്ത് പോയവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ ബാക്കിൽ വന്ന് കുത്തിയവനായിരിക്കും തെറിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും കൺസിഡർ ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ഇവിടെ ചിന്തിക്കുന്നുണ്ടോ? നോബഡി. ആരും ഇവിടെ ചിന്തിക്കാറില്ല. ആരും നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ പല ആൾക്കാരും ആ ഒരു സാധനം ഇവിടെ അറ്റ്ലീസ്റ്റ് മിനിമം സാധനം പോലും ഇവിടെ പല ആൾക്കാരും ഇവിടെ ഫോളോ ചെയ്യാറില്ല എന്നുള്ളൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റൈറ്റിക്ക് തിരിയണം അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കോ തിരിയണം. ഞാൻ ഇൻഡിക്കേറ്റർ ഇടും, കയ്യും കാണിക്കാറുണ്ട്. കൈ ശരിക്കും കാണിക്കേണ്ട കാര്യമില്ല. നിയമപരമായിട്ടാണ് ഇവിടെ എല്ലാവരും പോകുന്നതെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ കൈ കാണിക്കേണ്ടി വരികയാണ്. കാരണം ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടാലും പിന്നാലെന്ന് ഹോണും അടിച്ചിട്ട് ഓവർടേക്ക് ചെയ്യാനും നിൽക്കുന്നത്. ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റില്ല. ബാക്കിൽ വരടവൻ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് തന്നൂടെ? ഇൻഡിക്കേറ്റർ ഇട്ട തിരിയാനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നാലെ ഇപ്പുറത്ത് കൂടെ പോവുക, അല്ലെങ്കിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് പിന്നാലെ കൂടെ ഒന്ന് അപ്പുറത്തേക്ക് ടേൺ ആവണ വരെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ ഇവിടെ പല ആൾക്കാർക്കും ക്ഷമയില്ല എന്നുള്ളതാണ്. ഇൻഡിക്കേറ്റർ ഇടും, ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നാലെ ഒന്ന് ചില ആൾക്കാർ ഹോൺ പോലും അടിക്കാതെ വന്നിട്ട് ഓവർടേക്ക് അടിച്ചിട്ട് അങ്ങോട്ട് പോവും. ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഇവർക്ക് ഓവർടേക്ക് ചെയ്ത് പോയേ പറ്റൂ. ഇൻഡിക്കേറ്റർ കണ്ടാലും ഓവർടേക്ക് ചെയ്ത് പോകണം. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്ന കാര്യമല്ലേ. ഇന്ത്യയിൽ മൊത്തം ഇങ്ങനെയാണെന്നാണ് എനിക്കറിയില്ല. ഇവിടെ എങ്ങനെയാണ്, ഇവിടെ കേരളത്തിൽ പൊതുവെ എങ്ങനെയാണ്, കേരളത്തിൻ്റെ വെളിയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് വലിയൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണിത്. കൊണ്ടുവന്ന് കുത്തുകയും ചെയ്യും. ഇൻഡിക്കേറ്റർ ഇട്ടത് കണ്ടാലും ചില ആൾക്കാർ വന്നിട്ട് ഓവർടേക്ക് ചെയ്ത് അടിച്ചിട്ട് പോവും. അത് നമ്മൾ ഈ പറഞ്ഞ കോമൺ സെൻസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇൻഡിക്കേറ്ററിന് ഇവിടെ ഇട്ടാലും സംഭവം പിന്നാലുള്ളവൻ ഹോൺ അടിച്ച് സ്പീഡിൽ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അടിച്ചിട്ട് പോകുന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യും. ഇൻഡിക്കേറ്റർ ഇട്ടിട്ടും കൈകൊണ്ട് ഇങ്ങനെയുള്ള ഗോസ്റ്റിങ് കാണിച്ചിട്ടൊക്കെയാണ് നിർത്തി പിന്നാലേക്ക് തിരിഞ്ഞ് കേട്ട എന്ന് പറഞ്ഞിട്ട് വേണം ആക്ച്വലി നമ്മൾ അപ്പുറത്തേക്ക് തിരിയാനുള്ള അവസ്ഥയാണ്. അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട്ട് അങ്ങോട്ട് ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. അപ്പം ഇത് ഇവിടെ സംഭവിക്കുന്ന കാര്യമാണ്. അത് ബൈക്കായിക്കോട്ടെ കാറായിക്കോട്ടെ ഏത് വണ്ടിയാണെങ്കിലും ഇവിടെ സംഭവിക്കുന്നതാണ്. പല ആൾക്കാരും ഇതിനൊന്നും വലിയ വാല്യൂ കൊടുക്കുന്നില്ല. ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും അതേപോലെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തുള്ള റൂൾസ് ആണെങ്കിലും അങ്ങോട്ട് കയറി ചെയ്യുക തന്നെ. ശരി ആയിക്കോട്ടെ. ഇനിയിപ്പോൾ പറയുമായിരിക്കും ഹറി ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ ചില ആൾക്കാരും പോകുന്നതെന്ന്. ആയിക്കോട്ടെ. പക്ഷേ എത്രയൊക്കെ ഹറി ഉണ്ടെങ്കിലും ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് എല്ലാം ഓടിച്ചു വരുന്നുണ്ട്. നമ്മുടെ ഒരു ഹറിയുടെ പുറത്ത് ശ്രദ്ധിക്കാതെ ഉള്ള സ്ഥലത്ത് കൂടെ ഒക്കെ എടുത്ത് പോയിട്ട് ബാക്കിയുള്ളവരെയും കൂടി ഇടിച്ച് തെറിപ്പിച്ച് ഈ പറഞ്ഞ പാവങ്ങളെയും കൂടിയും കൊന്ന് എന്തിനാണ് അവരെ ഇഞ്ചുറി ആക്കി പാവപ്പെട്ട ആൾക്കാർ എത്ര പേര് ഇവിടെ മരണപ്പെടുന്നുണ്ട്. ഈ അവനവൻ്റെ ഭാഗത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റുന്ന അബദ്ധത്തിൻ്റെ പുറത്ത് ഇവിടെ എത്ര പേര് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പം ഇത്രയും ഞാൻ ആക്ച്വലി ഒരു കട്ടും ഇല്ലാണ്ട് ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കുന്നത്. കാരണം നമുക്കിതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റിൻ്റെ ആവശ്യമില്ല. ഈ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ട് ഇവിടെ സംഭവിക്കുന്നൊരു കാര്യമാണ്. നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് വായിൽ വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇവിടെ ഇനിയിപ്പോൾ അഥവാ സ്കില്ല് കാണിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കുഴപ്പമില്ല. സ്കില്ലുണ്ടാവുന്നതും ക്രേസ് ഉണ്ടാവുന്നതും എല്ലാം നല്ലതാണ്. പക്ഷെ അത് ഒരു റോഡൊക്കെ ചെക്ക് ചെയ്ത് ക്രൗഡുള്ള റോഡാണോ, തിരക്കുള്ള റോഡാണോ, ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കുന്ന നടക്കുന്ന അല്ലെങ്കിൽ വണ്ടി പോകുന്നൊക്കെ സ്ഥലമൊക്കെ ആണോ, ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ വെച്ചിട്ട് ശ്രമിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ശ്രമിക്കണം. അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ വെച്ചിട്ട് ഇതുപോലെ സ്കില്ലും പരിപാടികളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ശ്രമിക്കണം. അല്ലാണ്ട് വേറെയും വണ്ടികളും കുണ്ടികളും ഒക്കെ പോണ സ്ഥലത്ത് കൂടെ ഈ പറഞ്ഞ ഓവർ സ്പീഡിങ്ങും റേസും പിള്ളേരുടെ തമാശ കളികളും കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ടു ബി ഫ്രാങ്ക് ഞാൻ പറയാം, ഇത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കും ജീവന് ഹാനികരമാണ്, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അഥവാ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഇത് കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ, ബൈക്കിലൊക്കെയാണ് കൊണ്ട് ഇടിക്കുന്നതെന്നുണ്ടെങ്കിൽ, ബൈക്കിൽ പോയിട്ടാണ് കൊണ്ട് ഇടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവാത്ത കിടത്തം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. ഒരു വൃത്തികെട്ട അവസ്ഥയാണത്. സോ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കിയുള്ളവരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക റോഡിൽ ഇങ്ങനെയുള്ളത്. ഞാൻ എല്ലാവരെയും കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്.
ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ബാക്കിയുള്ളവരെ കൺസിഡർ ചെയ്യാതെ റോട്ടിൽ വേറെയും മറ്റ് ജനങ്ങൾ, ഞാൻ എല്ലാവരെയും ചേർത്തിട്ടാണ് ആക്ച്വലി പറയുന്നത്, മറ്റുള്ളവരെയും കൂടിയും റോട്ടിൽ വേറെയും വാഹനങ്ങളുണ്ട്, വേറെ മനുഷ്യന്മാരുണ്ട്, നിരപരാധികളും പാവങ്ങളും എല്ലാം പലതരത്തിലുള്ള പല ആവശ്യങ്ങൾക്കും വേണ്ടി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്യണം. ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ ആക്ച്വലി ആക്സിഡൻറ്റ് പറ്റിയ ഒരു വീഡിയോൻ്റെ അകത്ത് ആക്ച്വലി ഞാൻ കണ്ടായിരുന്നു, ഒരു പാവം പിടിച്ച് മുണ്ടെടുത്തിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണ് ആക്ച്വലി. അപ്പം ഒരു പുള്ളിക്കാരൻ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് ബൈക്കിൽ, നല്ല സ്പീഡിൽ, അത് ക്യാമറയിൽ പകർത്തി ചെയ്താണെന്ന് തോന്നുന്നു, പുള്ളിയുടെ ഹെൽമെറ്റത്തെ ക്യാമറയാണെന്ന് തോന്നുന്നു, നല്ല സ്പീഡിൽ പോകുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കും പ്ലേ ആവുന്നുണ്ട്. അവിടുന്ന് ഒരു ഓട്ടോറിക്ഷക്കാരൻ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ്, ഇപ്പുറത്തെ റോട്ടിലോട്ട് ആവുകയാണ്. ഈ ബൈക്ക് നല്ല സ്പീഡിലല്ലേ പോകുന്നത്. അപ്പോൾ ഈ ഓട്ടോറിക്ഷയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ എടുത്തു കേട്ടോ, ആലോചിക്കണം, ഇങ്ങനെ എടുത്തു, ഇത് മുട്ടിയിട്ടുണ്ടെങ്കിൽ ഇവൻ തെറിച്ചിട്ടുണ്ടാവും, ആലോചിക്കണം. ഇങ്ങനെ എടുത്തു, ഇപ്പുറത്ത് ഒരാൾ നിൽക്കുന്നു, അയാൾ പേടിച്ചിട്ട് മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ സീരിയസ്ലി ഞാൻ ഞെട്ടിപ്പോവാണ്. കാരണം എന്തൊക്കെയാണ് ആക്ച്വലി. പിന്നെ ഇവിടെ വേറെയും പല ആൾക്കാരുണ്ട്, വണ്ടി പാർക്ക് ചെയ്യുന്ന ചില ആൾക്കാർ. ഈ ഒന്നാമത്തെ ഒരു കാര്യം, ഇവിടെ പല റോഡിനും വീതിയും തേങ്ങയൊന്നും ഇല്ല, സത്യമാണ്. റോഡ് വീതിയുള്ള റോഡുണ്ട്, വീതി ഇല്ലാത്ത റോഡും ഉണ്ട്. ഇവിടെ ചില ആൾക്കാർ വീതി ഇല്ലാത്ത റോഡിലൊക്കെ ആകെ കഷ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും 2 വേ റോഡൊക്കെ ആയിരിക്കും, അവിടെ നിന്ന് ഇങ്ങോട്ടും വണ്ടി വരും, ഇവിടെ നിന്ന് അങ്ങോട്ടും പോവുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള റോഡിലൊക്കെ സൈഡ് കൊണ്ടുപോയിട്ട് വണ്ടി പാർക്ക് ചെയ്യും. അതും ടേണിങ്ങിലൊക്കെ ആയിരിക്കും ചില ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്യുന്നത്. കുറച്ച് നേരത്തിന് നിർത്തുന്നതായിരിക്കും, ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ട് ചിലപ്പോൾ ആ ടേണിങ്ങിലൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നത്. പക്ഷേ അതിലുണ്ടാകുന്ന റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങോട്ട് പോകുന്നൊരു വണ്ടിയാണ് ടേണിങ്ങിൽ പാർക്ക് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് ഒരു വണ്ടി ഇങ്ങനെ വരികയാണ്, ടേണിങ്ങിൽ ഇങ്ങനെ ഒരു സ്പീഡിൽ ഒരു വണ്ടി വരികയാണ്, ഇവിടെ ഇങ്ങനെ ഒരു കാറ് ഈ ഒരു ടേണിങ്ങിൽ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന നിർത്തിയിരിക്കണ കണ്ടിട്ട് ഈ വണ്ടി മുട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവിടുന്ന് വരുന്ന വണ്ടി ഈ പോയ വണ്ടിയെ അടിച്ച് തെറിപ്പിക്കാനുള്ള സാധ്യതയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന ആൾക്കാരെയും കൊണ്ടും, ഇങ്ങനെ കാറ് പാർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇത്തരത്തിൽ ഇപ്പോൾ പറഞ്ഞ പോലത്തെ തരത്തിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന ആൾക്കാരും കൊണ്ടും പുലിവാല ശല്യമാണ് ആക്ച്വലി. ഇവർ കാരണം ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള, നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കാറിൻ്റെ ഉള്ളിരുന്ന്, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, കാറിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ, ബൈക്കിൽ പോകുന്ന ആൾക്കാരൊക്കെയാണ്, നിങ്ങൾ തമ്മിൽ പറഞ്ഞിട്ടുണ്ടാവില്ല ഇവരൊക്കെ എങ്ങനെയാണ് ഓടിക്കുന്നത്, അല്ലെങ്കിൽ ഇവനൊക്കെ എങ്ങനെയാണ് കൊണ്ട് നിർത്തിയിരിക്കണ വണ്ടി, അല്ലെങ്കിൽ ഇവനൊക്കെ എന്താ ഈ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഓവർടേക്ക് ചെയ്യുന്നത്, പല ആൾക്കാർ ഹോൺ അടിക്കുന്നതും പിടിക്കുന്നു എല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഇത് ആക്ച്വലി ഇവിടെ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ദുബായിൽ ഹോൺ എന്ന് പറഞ്ഞൊരു സാധനം കാറിൻ്റെ അകത്ത് ഉണ്ടെങ്കിലും ആ സാധനം ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ ആവശ്യം ആക്ച്വലി വരാറില്ല എന്നുള്ളത് തന്നെയാണ് നിയമം ഉള്ളത് കൊണ്ട് തന്നെ ഒന്ന് തട്ടിയാൽ തന്നെ അവിടെ വലിയ ഫൈനും അകത്തുവാ. പിന്നെ വേറെ കുറെ നടയാത്രക്കാരുടെ ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. പാവങ്ങൾ, അവർക്ക് നടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല, ആയിരിക്കാം മേ ബി. ഇവരാണെങ്കിലും 4-5 പേരും കൂടി ഇങ്ങോട്ട് നടക്കും, 4-5 പേരും കൂടി ഇങ്ങോട്ട് നടക്കും, റോട്ടിൽ സൈഡിൽ ഇങ്ങനെ നടക്കും 4-5 പേരും കൂടിയിട്ട്. ഇത് റോഡാണ്, ആലോചിക്കണം. 4 പേരിങ്ങനെ പിന്നാലെ പോകണതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ആ റോഡിനനുസരിച്ച് നടക്കണം, അതായത് റോഡിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട്, അതിന്റെ ലെങ്ത് അനുസരിച്ചിട്ട്, അതിന്റെ വിഡ്ത്ത് അനുസരിച്ചിട്ട് ആൾക്കാർ നടന്നു പോകുന്ന സമയത്ത് നടക്കണം. ഇത് ചില ആൾക്കാർ ചെറിയ റോട്ടിൽ കൂടെയൊക്കെ ഈ 3-4 പേരൊക്കെ മെല്ലെ നടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾ, ഇത് റോഡ്, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന സ്ഥലം. അവസാനം വണ്ടി വന്നിട്ട് ഈ നടക്കുന്ന ആൾക്കാരെ കൊണ്ടുപോയി കുത്തി തെറിപ്പിച്ച് ഇവരാരെങ്കിലും തട്ടിപ്പോയി കഴിഞ്ഞാൽ മരിച്ചവന്റെ ഭാഗത്ത് കുറ്റം വരുമോ, ഇടിച്ചവന്റെ ഭാഗത്ത് കുറ്റം വരുമോ? ഇടിച്ചവന്റെ ഭാഗത്ത് കുറ്റം വരും. അപ്പോൾ ഈ നടക്കുന്ന ആൾക്കാരും ഇങ്ങനെ ഉള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരുണ്ട്. 4 പേര് 5 പേര് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് റോഡിന്റെ കണ്ടീഷൻ ചെറിയ റോഡാണ്, വിഡ്ത്തില്ലാത്ത റോഡാണ് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പിന്നാലെയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ചില ആൾക്കാർ ഞാൻ അങ്ങനെയും കണ്ടിട്ടുണ്ട്, ഈ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോവും, ഈ 1 2 3 ഇങ്ങനെ നിന്ന് നടന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും, എല്ലാ തോളത്തൊക്കെ കൈയിട്ടിട്ട് ശ്രദ്ധിക്കില്ല പിന്നാലെന്ന് വണ്ടി വരുന്നുണ്ടോ എന്നുള്ളതൊന്നും ശ്രദ്ധിക്കണ പരിപാടിയൊന്നുമില്ല ഇവർ. ടിക്ടോക്കിൻ്റെ അകത്ത്, പിന്നെ ഇൻസ്റ്റഗ്രാമും ടിക്ടോക്കൊക്കെ ഉള്ള സമയത്ത് നല്ല ഇപ്പോഴും ഉണ്ട്, പല ആൾക്കാരും ഇതിൻ്റെ അകത്ത് വൈറലാവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറേ ആൾക്കാർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ടേ റോട്ടിൽ കൂടെ അഭ്യാസം കാണിക്കും. അഭ്യാസം കാണിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയണേ. അഭ്യാസം എന്ന് പറയാൻ കാരണം തന്നെ, അഭ്യാസം കാണിക്കാത്ത നല്ല റൈഡേഴ്സും ഉണ്ട്. അതായത് വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ റോഡിൽ വേറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ അവനവൻ്റെ സേഫ്റ്റിയും ബാക്കിയുള്ളവരുടെ സേഫ്റ്റിയും നോക്കിയിട്ട് ബൈക്കിനെ സ്നേഹിക്കുന്നവരും കാറിനെ സ്നേഹിക്കുന്നവരും ഒക്കെ ഉണ്ട് ആക്ച്വലി.
പക്ഷെ ഇവരുടെയും കൂടിയും വില കളയാൻ വേണ്ടിയിട്ട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും ഈ പറയുന്ന സേഫ്റ്റി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ പ്രശ്നങ്ങളാവും, ഇത്തരത്തിൽ ഓടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടാവും, അവനവനും ശരീരത്തിന് ഹാനികരമാണെന്നുള്ളത് അറിഞ്ഞിട്ടും ചില ആൾക്കാർ ഈ നല്ല റൈഡേഴ്സിൻ്റെയും കൂടി വില കളയാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ റോഡിലിറങ്ങിയിട്ട് ഇതുപോലത്തെ ആക്ടിവിറ്റീസ് നല്ല ഓവർ സ്പീഡ് ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വെട്ടിച്ച് പോകുന്ന കുറേ പിള്ളേരൊക്കെ ഉണ്ട്. ഈ വെട്ടിച്ചു പോകുന്ന പിള്ളേരുടെ വിചാരം അവർ ഭയങ്കര സ്കിൽഡ് ആയതുകൊണ്ടാണ് ഇവർക്കൊന്നും അപകടം പറ്റാത്തത് എന്നുള്ളതാണ്. നോ, അതുകൊണ്ടല്ല. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ളവരെ പേടിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാർ വഴി മാറിക്കൊടുക്കുന്നത് കൊണ്ടും ജസ്റ്റ് മിസ്സിന് മുട്ടാതെയൊക്കെ പോകുന്നത് കൊണ്ടുമാണ് ചില ആൾക്കാർക്ക് ഇവിടെ രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് മനസ്സിലാക്കണം. ഇവിടെ എത്ര പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കോയമ്പത്തൂർ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ബസ്സിൽ വരുന്ന സമയത്ത് എത്ര പിള്ളേരാണ് ലൈക്ക് ഫുള്ള് ജാക്കറ്റും ഹെൽമെറ്റും ഒക്കെ പക്ക ബൈക്കിൽ മര്യാദയ്ക്ക് അവരുടെ നിയമമൊന്നും തെറ്റിക്കാതെ ഒരു മിനിമം സ്പീഡിൽ റോഡിനനുസരിച്ചിട്ട് റോഡിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് അനുസരിച്ചില്ല, അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ ഒരു മയത്തിലൊക്കെ പോകുന്ന എത്ര പിള്ളേരുണ്ടെന്നറിയോ. ദേ ആർ ഓൾസോ റിയൽ റൈഡേഴ്സ്. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ അവർ എൻജോയ് ചെയ്യുന്നു. അവരെ എൻജോയ് ചെയ്തിട്ട് ബൈക്ക് ഓടിക്കുന്നു, സുഖമായിട്ട് ബൈക്ക് ഓടിക്കുന്നു. അവർക്കും ബുദ്ധിമുട്ടില്ല, അവർക്കും റിസ്ക് ഇല്ല, അവരുടെ കൂടെ സഞ്ചരിക്കുന്നവർക്ക് റിസ്ക് ഇല്ല, അവർ കാരണം ബാക്കിയുള്ള യാത്രക്കാർക്കും റിസ്ക് ഇല്ല എന്നുള്ള തരത്തിലാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്കും കൂടിയിട്ട് തലവേദനയാണ് ഇത്തരത്തിൽ ഈ പറഞ്ഞ തോന്നിയാസം കാണിക്കുന്ന റോഡിലിറങ്ങേണ്ട തോന്നിയാസം കാണിക്കുന്ന ആൾക്കാരെ കൊണ്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. എന്താ പറയുക, അവർ കാരണമാണ് നല്ല റൈഡേഴ്സിനെ കൂടിയും ചീത്തപ്പേരാവുന്നത്. പിന്നെ വേറെ ചില ആൾക്കാർ കാണിച്ചു കൂട്ടാൻ വേണ്ടി ചില ആൾക്കാർ കളിക്കും. കാണിച്ചു കൂട്ടാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ വല്ല പെമ്പിള്ളേരെ കാണുന്ന സമയത്ത് മാത്രം ഈ പറഞ്ഞ സാധനം പിടിച്ച് ഭൂം എന്നൊക്കെ ആക്കി വിട്ട് ഇങ്ങനെ ഒരു നോട്ടമൊക്കെ നോക്കിയിട്ട് ഭൂം എന്ന് പറഞ്ഞ് പോകുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു തണ്ടിക്കാരനാണ് ഒരിക്കൽ ഞാൻ വീഴാൻ വേണ്ടി പോയത്. അതും ടേണിങ്ങിന്റെ ഭാഗത്ത് വെച്ചിട്ടായിരുന്നു. ഇപ്പുറത്ത് ബസ് സ്റ്റോപ്പ്, ടേണിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പുറത്തേക്ക് ടേണിങ്, ആലാരിക്കട്ട ആ റോഡ്, അതെ, ഇപ്പുറത്ത് ബസ് സ്റ്റോപ്പ്, പെമ്പിള്ളേർ നിൽക്കുന്നുണ്ട്. ഞാനൊരു വയസ്സിൽ സൈഡിൽ കൂടെ ഞാനും വായൊക്കെ നോക്കുന്നുണ്ട്, ഞാനും ഇപ്പുറത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞപ്പോഴും എന്താ പറയുക 35 37 സംതിങ് അങ്ങോട്ടൊക്കെയാണ്. പെട്ടെന്ന് ലെഫ്റ്റ് കൂടെ ഒരുത്തൻ ഇങ്ങനെ പോയി. അവൻ സ്പീഡിലാണ് ആക്ച്വലി വന്നത്. സ്പീഡിൽ വന്നു കഴിഞ്ഞിട്ട് അവൻ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡിലോട്ട് നോക്കി, പെമ്പിള്ളേർ നിൽക്കുന്നുണ്ട്. അവൻ പിന്നെ ഗിയർ മാറ്റിയിട്ട് ബ്രൂ എന്ന് പറഞ്ഞിട്ടൊരു പോക്ക് അങ്ങോട്ട് പോയി. കുറച്ച് അപ്പുറത്തേക്ക് കൂടി പോയി കഴിഞ്ഞാൽ ടേണിങ്ങുമാണ്. ഇതെന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. അതിന് ശേഷം ഇത് നമുക്ക് പേടിയാവുകയാണ്. നമ്മളിപ്പുറത്ത് കൂടെ ലെഫ്റ്റ് കൂടെ ഒരാൾ ഓവർടേക്ക് ചെയ്യുന്നു. എനിക്ക് പേഴ്സണലി എൻ്റെ ലെഫ്റ്റ് കൂടെ ഒരാൾ ഒന്നാമത് ലെഫ്റ്റ് കൂടെ ഓവർടേക്ക് ചെയ്യുന്നത് എത്രത്തോളം നിയമപരമായിട്ട് ശരിയാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ലെഫ്റ്റ് കൂടെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പേടി തന്നെയാണ്. വേറൊരാൾ എൻ്റെ ലെഫ്റ്റ് കൂടെ ഓവർടേക്ക് ചെയ്യുന്നത്, അതും ഹോൺ പോലും അടിക്കാതെ ലെഫ്റ്റ് കൂടെ ഓവർടേക്ക് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ അത് ഇപ്പുറത്ത് വലിയ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ഗ്യാപ്പ് കൂടെ അവൻ കയറ്റി അങ്ങ് കൊണ്ടുപോകും. അത് എന്നെ ഭയപ്പെടുത്താറുണ്ട് പേഴ്സണലി. ഞാൻ ബൈക്കിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കാറിൽ പോകുന്ന സമയത്ത് എൻ്റെ ലെഫ്റ്റിൽ കൂടെ ഒരാൾ ഓവർടേക്ക് ചെയ്താൽ എനിക്ക് നല്ല രീതിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവാറുണ്ട്. എൻ്റെ കോൺസെൻട്രേഷൻ ആക്ച്വലി പോകും. ചിലർ ഹോൺ അടിച്ചിട്ട് ഓവർടേക്ക് ചെയ്യും, ചില ആൾക്കാർ ഹോൺ അടിക്കാണ്ട് ഒരൊറ്റ പോക്കാ പോവും. ഇത് നമ്മൾ കാറിൽ പോകുന്ന സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റിൽ ഒരാൾ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ, അത് ഞാൻ ബൈക്കിൽ സംഭവിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട്, പോകുമ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഞാൻ കാറിൽ സഞ്ചരിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട്. കാറിൽ പോകുന്ന സമയത്താണെങ്കിൽ ഇപ്പുറത്ത് കൂടെ വരും, നമ്മൾ ശ്രദ്ധിക്കില്ല. ഇപ്പുറത്ത് കൂടെ ഒരുത്തനും ഓവർടേക്ക് ചെയ്ത് പോയി. നമ്മൾ ലെഫ്റ്റ് കീപ്പ് ചെയ്തിട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത്, കാറാണെങ്കിലും എന്താണെങ്കിലും. ഇവൻ കൊണ്ടുവന്ന് നമ്മൾ ഒന്ന് ലെഫ്റ്റ് അടിച്ച് ഇവൻ്റെ സ്പീഡ് കാരണം ഈ മിററിലെങ്ങാനും വന്ന് അടിച്ചു കഴിഞ്ഞാൽ അവൻ തെറിച്ച് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ പെടലിയിലാവും. അപ്പോൾ ഇങ്ങനെ കുറേ ടീമുകളുണ്ട് ഈ ഷൈൻ ചെയ്യാൻ വേണ്ടി കുറേ കാണിക്കുന്നത്. എന്തുകൊണ്ടൊക്കെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എക്സ്പീരിയൻസുകളെയും കുറിച്ചിട്ടും അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളെ കുറിച്ചിട്ട് ഇപ്പോൾ യൂട്യൂബിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും ആക്സിഡൻസ് സംഭവിക്കുന്ന, നമ്മുടെ നാട്ടിൽ തന്നെ ആക്സിഡൻസ് സംഭവിച്ചിട്ടുള്ള ഒരുപാട് ക്ലിപ്സും കാര്യങ്ങളെല്ലാം കിടക്കുന്നുണ്ട്. ഇതെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ചില ആക്സിഡൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും, പിന്നെ റോഡിൽ പല ആൾക്കാരും ബിഹേവ് ചെയ്യുന്ന രീതികളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും, ഇൻഡിക്കേറ്റർ ആൾക്കാർ ഉപയോഗിക്കുന്ന രീതികൾ ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ 10 അരമണിക്കൂറൊന്നും മതിയാവില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ ആയാലും ഒരുപാട് എക്സ്പീരിയൻസുകൾ പറയാനുണ്ടാവും ആക്ച്വലി.
എൻ്റെ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടത് ഇതുപോലെയാണ് ആക്ച്വലി. അതായത് ഒരു പാലത്തിൻ്റെ അവിടെയാണ്. അത് അവരുടെ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അതായത് ഉള്ള കാര്യം പറഞ്ഞല്ലോ, അവരുടെ മിസ്റ്റേക്ക് ഉണ്ട്. 2 ട്വിൻസ് ആയിരുന്നു അവർ. പാലത്തിൻ്റെ അവിടെ ഒരു വണ്ടി, അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത് കേട്ട്, പാലത്തിൻ്റെ സൈഡിൽ ഇവർ വണ്ടി എങ്ങാണ്ടോ ഇട്ടിട്ട് സംസാരിച്ചെങ്ങാണ്ടോ നിൽക്കുമായിരുന്നു. അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് വണ്ടി വന്ന് ഇടിച്ചു തെറിപ്പിച്ചു എന്നുള്ളതാണ് ആക്ച്വലി പറയപ്പെടുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ പാലത്തിൻ്റെ അവിടെ അവർ നിന്ന് സംസാരിക്കുന്നു, പക്ഷേ അത് കൂടെ കാറോ അല്ലെങ്കിൽ ഇതൊക്കെ പോകുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗ്യാപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. അത് ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടിക്കാൻ സാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ആക്ച്വലി പറയുന്നത്. സോ നിന്ന് സംസാരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും പരമാവധി ഈ റോഡിൻ്റെ ഓരത്തൊന്നും പോയിട്ടിരുന്ന് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 2 പിള്ളേർ പിള്ളേരാണെങ്കിലും മുതിർന്ന ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും കാറിലൊന്നും ഇട്ടിട്ടോ ബൈക്കിട്ടിട്ടോ സംസാരിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ശ്രമിക്കുക. അത് മറ്റു വാഹനക്കാർക്കും ബുദ്ധിമുട്ടാണ്, പിന്നെ ആ നിന്ന് സംസാരിക്കുന്ന ആൾക്കാർക്കും റിസ്ക്കാണ്. നമുക്ക് പറയാൻ പറ്റില്ല ഏത് ആൾക്കാർ ഏത് മൂഡിലാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ ഏത് സ്പീഡിലാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നതെന്നൊന്നും പറയാൻ വേണ്ടി പറ്റുമൊന്നുമില്ല. കൊണ്ടൊന്ന് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം നഷ്ടപ്പെടുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനുമാണ്. അല്ലാണ്ട് വേറെ ആർക്കും ഇവിടെ ഇടിച്ചവനൊക്കെ ഇവിടെ ഇടിച്ചു കഴിഞ്ഞാൽ അത് എന്തെന്നെ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇടിച്ചവൻ്റെ പേരിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നോ യൂസ്, റൈറ്റ്? അപ്പം ജീവൻ പോയി അത്ര തന്നെ. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഇത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എടുക്കുന്നൊരു വീഡിയോ ആണ്. എന്തെങ്കിലും ന്യായം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൾക്കാരിലേക്ക് എത്തേണ്ട ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വ്യൂ പ്രതീക്ഷ ചെയ്യുന്നൊരു വീഡിയോ അല്ല, അത് വ്യൂ വരില്ല എന്ന് എനിക്കറിയാം. പക്ഷെ സ്റ്റിൽ ഇത് പറയണം തോന്നിയിട്ട് പറയുന്നൊരു വീഡിയോ ആണിത്. ദാറ്റ്സ് ഇറ്റ്. ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ബൈ.